എനിക്കും ചേട്ടനും ഒന്ന് ചാരുമുട്ടി വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അയ്യോ പോയ കാര്യമൊന്നും നടന്നില്ല. ആരെ കണി കണ്ടിട്ടാണോ എന്തോ ഇറങ്ങിയത്. എന്തോ അന്നേരം അത് നടക്കാതെ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ കുഞ്ഞാപ്പിയുടെ മേലൊക്കെ തുടച്ചിട്ട് അയാൾ ഭയങ്കര തല്ലിപ്പൊളിയൊക്കെ ആയിട്ടിരിക്കുന്നു. പിന്നെ അയാൾ എടുത്ത് ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് സമാധാനപ്പെടുത്താനായിട്ട് കണ്ണാടിയുടെ മുമ്പിലോട്ട് പോയപ്പോഴത്തേക്കും അയാളുടെ കരച്ചിലൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മിറർ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അയ്യപ്പയെ കൂട്ടാണ്ടായിരുന്നു പോയത്. അയ്യപ്പ തിരിച്ച് വന്നപ്പോഴത്തേക്കിനാണ് അവിടെ എല്ലാം കളിപ്പാട്ടം വാരി വലിച്ചിട്ടുണ്ടായിരുന്നു. കയ്യോടെ തന്നെ അതെല്ലാം പെറുക്കി വെച്ചിട്ട് ഞാൻ അവനോട് പോയി മേലൊക്കെ കഴിഞ്ഞിട്ട് യുദ്ധമാണ്. പിന്നെ ഉടുപ്പ് ഇടിക്കാനും പൗഡർ ഇടാനും ഒക്കെയുള്ള യുദ്ധം. പിന്നെ അന്ന് ഉടുപ്പൊക്കെ ഇടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മുടിയൊക്കെ വാരിക്കെട്ടി പോയി മുഖമൊക്കെ കഴുകി വൃത്തിയായിട്ടുണ്ടായിരുന്നു. പിന്നത്തെ ഒരു പണി ബെഡ്ഷീറ്റ് രാവിലെ തല്ലിക്കുടഞ്ഞ് വിരിക്കുമെങ്കിലും ഇവൻ വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും അതെല്ലാം നശിപ്പിച്ചിടും. പിന്നെ അതെല്ലാം ഒന്നേന്ന് തട്ടിക്കുടഞ്ഞ് വിരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കും അയ്യപ്പയ്ക്കാണ് ചെറിയൊരു പനിയുടെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അന്ന് തല കുളിച്ചില്ല. അയാൾ പക്ഷേ തലവഴി വെള്ളം ഓൾറെഡി കോരി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ നമ്മുടെ അയ്യപ്പ ഇപ്പോൾ എന്തോ കിട്ടിയാലും അങ്ങ് വെടിവെപ്പാണ്. ഇപ്പോൾ ഒരു അതിർത്തി വീരനാണ് അയാൾ. ഭയങ്കരമായിട്ട് അങ്ങ് വെടിവെപ്പാണ് അയാൾക്ക്. പിന്നെ ഈ ധൈര്യമൊക്കെ ഉണ്ടെങ്കിലും പേടി ചോർന്നു പോകുന്നവരെടുത്താണ് അട്ടയെ കാണുമ്പോഴും. അതിന് അമ്മ അട്ടയെ കാണിച്ചതിന് അയാൾ കട്ടിലിൻ്റെ പുറത്ത് കയറി നിൽക്കുവാണ്. പിന്നെ വല്ലാച്ചാലും അയാൾക്ക് ഇച്ചിരി ചോറൊക്കെ കൊടുത്തിട്ടുണ്ട്. ചോറൊക്കെ കഴിച്ച് തൊട്ട് പറയാതെ തന്നെ അയാൾ ഇപ്പോൾ കിടന്നങ്ങ് ഉറങ്ങുന്നുണ്ട്. അയാൾക്ക് പിന്നെ ചോറും പപ്പടവും മീൻതോരനൊക്കെ ആയിട്ട് വയറ് നിറയെ ആഹാരം കൊടുത്തപ്പോഴത്തേനും അയാളും കിടന്നുറങ്ങി. ഇനി ഞാനും കിടന്നുറങ്ങാൻ പോവാണേ. അപ്പോൾ ഓക്കെ ബൈ.